മരിച്ച് ഇന്ന് 41 എനിക്ക് സ്വസ്ഥമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ പോലും പറ്റണില്ല. നിങ്ങളെ ഓർമ്മിക്കാത്ത ഒരു ദിവസവും ഇല്ല. ഞാൻ നിങ്ങളെ എങ്ങനെ മറക്കും? നിങ്ങൾ മരിച്ച് 41 ദിവസമേ ആയുള്ളൂങ്കിലും 82 പെണ്ണുങ്ങളെ വീട്ടിൽ നിന്നാണ് പരാതിയും കൊണ്ട് നാട്ടുകാർ വരണത്. എനിക്കറിഞ്ഞൂടെ ഈ മനുഷ്യൻ എന്തെന്ന്. ഇങ്ങനെ ജീവിച്ചിരുന്നപ്പോ ഈ ഗ്രാമത്തിലുള്ള ഒരു പെണ്ണുങ്ങളും മനസമാധാനമായിട്ട് കിടന്ന് ഉറങ്ങിയിട്ടില്ല. ഈ മരിക്കുമ്പോഴെങ്കിലും ഒരു സമാധാനം കൊടുത്തൂടെ? ഇപ്പൊ എല്ലാ പെണ്ണുങ്ങളെയും വീട്ടില് രാത്രിയാവുമ്പോ ആത്മാവായിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കണമെന്ന് പറഞ്ഞ അവര് പരാതിയും കൊണ്ട് വന്നേക്കണിഞ്ഞ്. നിങ്ങൾക്ക് എന്തരന്റെ കുരുവെന്നേ നിങ്ങൾക്ക് തികയണില്ലേ? നിങ്ങൾക്ക് ഇന്നത്തോടെ നിങ്ങളെ കുന്തളിപ്പ് ഞാൻ അവസാനിപ്പിക്കും. അതിനുള്ള എല്ലാ ഏർപ്പാടും ഞാൻ ചെയ്തിട്ടുമുണ്ട്. നിങ്ങളെ വല്ല പാവയ്ക്കകത്തും കയറ്റി ആണിയടിച്ച് വല്ല കാശിയിലോ രാമേശ്വരത്തോ, ഇനി അതൊന്നിനും പറ്റിയില്ലെങ്കിൽ വല്ല തോട്ടിലെങ്കിലും ഞാൻ കൊണ്ടുവന്ന് ഒഴുക്കും. ഞാൻ ഇതൊക്കെ ആരോട് പറയാൻ, ആര് കേൾക്കാൻ? 11:30 മണിയായി. പെണ്ണുങ്ങൾ കുളിക്കാൻ കുളക്കാതിൽ പോണ സമയമായി. അങ്ങ് പൊയ്ക്കാണുമല്ല ആ പെണ്ണുങ്ങളെ വായും തുറന്ന് നോക്കിക്കൊണ്ടിരിക്കാൻ. എന്താടാ ഉമേഷേ? എനിക്ക് ടൂർ പോകാൻ പറ്റണില്ല. ഭയങ്കര ബുദ്ധിമുട്ടാ. ഈ 2 പാളയത്തോളം പഴം എടുത്ത് വിഴുങ്ങും, പെട്ടെന്ന് പോകും. അതല്ലെന്ന്, എനിക്കും എന്റെ ഭാര്യയ്ക്കും കൂടി ഹണിമൂൺ പോകാൻ പറ്റുന്നില്ലാന്ന്. അയ്യോ, അങ്ങനെ പറയരുത്. കല്യാണം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഹണിമൂണിന് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കടവും കാവലും മാച്ചെങ്കിലും നിങ്ങൾ കൊണ്ടുപോകണം. ചേച്ചി 2 ദിവസമല്ലേ ഉള്ള എന്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ ഹണിമൂണിന്റെ ഒരു കാര്യം സംസാരിക്കാനാ വന്നത്. ഇറച്ചി കറി വന്നപ്പോഴേ എനിക്ക് തോന്നി 41 കഴിഞ്ഞ് ശാമ്പ്രാണത്തിരി അണഞ്ഞില്ല. അപ്പൊ അവൻ വന്നേക്കണ്. ചേച്ചി ഞാൻ പറയുന്നത് ഒന്നും മിണ്ടണ്ട. 16 കഴിഞ്ഞപ്പോ മുതൽ ഓരോരുത്തന്മാർ കുറുവാൻ തുടങ്ങിയതാണ്. എന്തെന്ന് പറയണ, ആ മരത്തിരിക്കുന്ന പ്രാവ് വരെ ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കി. ചേച്ചി ഞാൻ പറയുന്ന കേക്ക്. നിങ്ങൾ അതല്ലെന്ന്, ഞാനും എന്റെ ഭാര്യയും കൂടി ഹണിമൂണിന് ഊട്ടിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അവള് പെട്ടെന്ന് എന്നെ വിളിച്ചിട്ട് ഭാഗത്ത് കയറാന്ന് പറഞ്ഞ് കട്ടിലിൽ കൊണ്ട് എന്നെ അങ്ങ് ഇരുത്തി. എന്നിട്ട് ഇങ്ങനെ കണ്ണി അങ്ങ് നോക്കി. ഇതേ നോട്ടം. എന്നിട്ട് ചുറ്റും അവിടെ ഒരു നോട്ടം. ആരുമില്ല പറ. എന്നിട്ട് എന്റെ അടുത്തോട്ട് വന്നിട്ട് ചുണ്ടി പിടിച്ച ഒരു കടി. അതൊക്കെ നീ എന്റെ അടുത്ത് വന്ന് പറയണേ. കടിച്ചതാര്? നിങ്ങളുടെ കെട്ടിയ രഘു. എന്റെ പെണ്ണുമ്പുളുടെ നേരത്തെ നിങ്ങളുടെ രഘുവിന്റെ ബാധ കയറിയെന്ന്. എന്റെ ലിപ്രോക്ക് രഘു. ഞാൻ എനിക്ക് ഈ അഴുക്ക കഥ കേക്കണ്ട. എങ്ങനെയാ രഘുവിന്റെ മാതെടുത്ത് പാമ്പറയച്ച് എന്നാ അവളോട് വരാൻ പറയടാ. രാധേ കണ്ട സർഗത്തിലെ കുട്ടൻ തമ്പുരാനെ പോലെ നടക്കുന്നുണ്ട. കളിയാക്കല്ലത്, ക്യാരക്ടർ എൻട്രിയാണ്. ക്യാരക്ടറാ? കുട്ടൻ തമ്പുരാൻ എപ്പോഴും എവിടെയാണ് ഇരിക്കുന്നത്? കുളിക്കടവി. അങ്ങേര് 24 മണിക്കൂർ അവിടെ തന്നെ. സ്കാൻ ചെയ്യണ. ഓ, ആരെങ്കിലും ഉണ്ടോ നോക്കണം. ഈ മൂത്തോട്ട് നോക്കടാ. തുടിക്കുന്നുണ്ട്. ഇങ്ങർക്ക് പെണ്ണുങ്ങളെ കണ്ട അപ്പ തുടിക്കും. ആണോ? എന്താടി രാധേ പൊന്നെ? ഞാൻ ഇല്ലാത്ത സമയത്ത് എന്റെ പെണ്ണുപിള്ളയായിട്ട് എന്തുവാണ് അവിടെ കാര്യം? ഒരു കാര്യമില്ല, ചോദിച്ച് മേടിച്ച്.